പിന്നെ ഏട്ടാ ആ ദേവേട്ടനെ അന്വേഷിച്ച് വരുമോ? വന്നാലേ അവൻ്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനമാക്കാം. ഞങ്ങളുടെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇനി അതിൻ്റെ എന്തെങ്കിലും. എൻ്റെ മോളെ, നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡിവോഴ്സിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തതോ? അതിലെന്തോ കളിയുണ്ട്, കണ്ടുപിടിക്കാം. അതെ, രണ്ടുപേരും അവിടെ നിൽക്കുകയാണോ? വരുന്നില്ലേ? ഇപ്പം തന്നെ പോകണോടാ? നമുക്കൊരു സ്ഥലം കൂടെ പോകണം. അതെവിടെയാ? അവിടെ എത്തുമ്പോൾ നീ അറിയും. യാദവിൻ്റെ കാറ് ഒരു ചെറിയ വീടിൻ്റെ മുൻപിൽ വന്ന് നിന്നതും അവിടെ നിന്നൊരു പെൺകുട്ടി ഓടി വന്നു. യാദവേട്ടാ, നയനമോളെ, സുഖമാണോ? അതേട്ടാ, ഇത് ശിവേട്ടനും നന്ദുവും കാർത്തുവുമല്ലേ? അതേ മോളെ. ഞങ്ങളെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? യാദവേട്ട ശിവേട്ടനോടെ ഒന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല. നയനമോളെ, കാർത്തുവിനെയും നന്ദുവിനെയും കൊണ്ട് പോ. ഡാ, ഇതാരുടെ വീടാ? ഇവിടെ ആരാ ഉള്ളത്? മഹിയെങ്കിൽ. ഡാ, പക്ഷെ നീ പറഞ്ഞത് മരിച്ചിട്ടില്ല. ആ ആക്സിഡൻറ്റിൽ അങ്കിളും ആൻറ്റിയും രക്ഷപ്പെട്ടു. നീ എന്താ പിന്നെ എന്നോടപ്പോ സത്യം പറയാതിരുന്നത്? നീ നടക്ക്. ശിവ യാദവിൻ്റെ ഒപ്പം ഉള്ളിലേക്ക് നടന്നു. ഡാ, മഹിയങ്കിളുടെ മകളാണ് നന്ദു. അപ്പോൾ മകൻ ശിവ എന്ന നീ തന്നെ? എന്താ യാദവ് പറഞ്ഞു നിർത്തിയതും ശിവ ഞെട്ടി നിന്നു. ഈ സമയം അവൻ്റെ മുൻപിൽ ഒരാൾ വന്നു. തൻ്റെ അതേ മുഖച്ഛായയുള്ള ആളെ കണ്ടതും അവൻ തടഞ്ഞു നിന്നു. ശിവയുടെ മുൻപിൽ ഒരാൾ വന്നു നിന്നതും അവൻ അവളെ നോക്കി. മോനെ ശിവ. എനിക്കൊന്നും. അങ്കിൾ, ഞങ്ങളിപ്പോൾ വരാം. ശിവയുടെ അവസ്ഥ മനസ്സിലായതും യാദവ് അവനെ കൊണ്ട് പുറത്തേക്ക് നടന്നു. ഡാ യാദവ്, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഞാൻ അനാഥനാണെന്ന് പറഞ്ഞിട്ടിപ്പോതാ എനിക്ക് അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് മഹയെങ്കിൽ ഇപ്പോൾ ജീവനോടെ ഇല്ലെന്നല്ലേ? അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ. എന്തിനു വേണ്ടി? അവിടെ സേതുരാമൻ്റെ ശിഖണ്ഡി നമ്മൾ പറഞ്ഞതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം നീയും കാത്തും ജീവിച്ചിരിക്കുന്നത് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അറിയണം, അതിനു വേണ്ടിയാ അന്ന് ഞാനെല്ലാം പറഞ്ഞത് തന്നെ. ഇപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അവരുടെ വരവാണ് ഞാൻ കാത്തിരിക്കുന്നത്. അന്നത്തെ ആക്സിഡൻറ്റിൽ പിന്നെ എന്തുണ്ടായി? എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. പക്ഷേ അങ്കിളും ആൻറ്റിയും രക്ഷപ്പെട്ടു, ചെറിയ പരിക്കോടെ. അങ്ങനെ ആ മഹിയങ്കിൾ പറഞ്ഞത് പ്രകാരം അമ്മയും കാർത്തുവിൻ്റെ വീട്ടുകാരും ഇവിടെ നിന്ന് പോയത്. കുറച്ചുനാൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. പിന്നെ ഞാൻ അമ്മയുടെ തറവാട്ടിലേക്ക് പോയി. അവിടെ മുത്തശ്ശി മാത്രമുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ വെച്ചായിരുന്നു എൻ്റെ വളർച്ച. പക്ഷെ അവിടെയും ആ സേതുരാമനും പ്രതാപനും വന്നു. എൻ്റെ അമ്മയെ അവർ എൻ്റെ കൺമുൻപിൽ വെച്ച് പിച്ച് ചീന്തുന്നത് നോക്കി നിൽക്കാനേ 10 വയസ്സുകാരന് പറ്റിയുള്ളൂ. യാദവ് അമ്മയും കൂടെ പോയതോടെ എന്നെ മാമന്മാർ പുറത്താക്കി. പിന്നെ അങ്ങോട്ട് ഞാൻ ഒറ്റക്കായിരുന്നു. ചെയ്യാത്ത പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അങ്ങനെ ഞാൻ ഈ കൊട്ടേഷൻ പണിയിലേക്ക് ഞാൻ ഇറങ്ങുന്നത്. പിന്നെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ, എൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്നവരെ കൊല്ലാനുള്ളത്. അതിനുവേണ്ടി നാട്ടിലേക്ക് ഞാൻ അന്വേഷിച്ചു വന്നു. അങ്ങനെ ആ മഹിയങ്കിളിനെ കാണുന്നതും നിന്നെക്കുറിച്ച് അറിയുന്നതും നന്ദുവിനെ എന്നെ ഏൽപ്പിക്കുന്നതും. പിന്നെ നീ നിൽക്കുന്ന ഓർഫനേജിൽ ഞാനെത്തി. നീ അറിയാതെ നിന്റെ വളർച്ച ഞാൻ കണ്ടു. നിനക്ക് വേണ്ടതെല്ലാം സ്പോൺസർ എന്ന നിലയിൽ ഞാൻ ചെയ്തു. പക്ഷേ കാർത്തുവിൻ്റെ വിവരമൊന്നും അപ്പോഴും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ വൈകാതെ രേവതി അമ്മായിയുടെയും മാമൻ്റെയും മരണമറിഞ്ഞു. പക്ഷേ കാർത്തു അവളുടെ വലിയച്ഛൻ്റെ വീട്ടിൽ സേഫാണെന്നറിഞ്ഞ് ഞാൻ അവളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതിരുന്നത്. കാരണം എനിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർ കാത്തുവിനെ കണ്ടുപിടിക്കാതിരിക്കാൻ. പക്ഷേ ഇനിയൊരു ലക്ഷ്യമുള്ളൂ, സേതുരാമൻ്റെയും പ്രതാപൻ്റെയും മരണം മാത്രമാണ് എൻ്റെ മനസ്സിൽ. സേതുരാമൻ എത്തിക്കഴിഞ്ഞു. ഇനി അയാൾ ആ പ്രതാപനും അയാളും വരണം. ഈ സമയം കാത്തു സത്യങ്ങളെല്ലാം മഹിയിൽ നിന്നറിഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതുപോലെ നന്ദുവും. പെട്ടെന്ന് ശിവ ഉള്ളിലേക്ക് കയറി വന്നതും നന്ദു അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നാൽ ഈ സമയം കാത്തുവിൻ്റെ കണ്ണ് യാദവിൽ കുടുങ്ങിക്കിടന്നു. അവൻ അവളെ നോക്കി അവളുടെ അടുത്തേക്ക് നടന്ന് അവളുടെ അടുത്തിരുന്നു. കാത്തു, എല്ലാം അറിഞ്ഞോ? കാത്തു, നിനക്കിനിയും കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നീ എത്തണം. പക്ഷേ അതൊക്കെ കാണാൻ ഞാൻ ഉണ്ടാവുമോ എന്നറിയില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? യാദവ് ഒന്നും പറയാതെ പുറത്തേക്കിറങ്ങിയതും തിണ്ണയിൽ വന്നിരുന്നു. ഈ സമയം അവൻ്റെ മൂക്കിൽ നിന്നൊഴുകിയിറങ്ങിയ ചോരത്തുള്ളികളെ ആരും കാണാതെ തുടച്ചു മാറ്റി. യാദവ്, നീ എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? മഹിയങ്കിളും ആൻറ്റിയും എന്തു പറഞ്ഞു ശിവ? കൂടുതൽ സംസാരിച്ചില്ല. എന്തോ അടുപ്പക്കുറവ് പോലെ.
നാളെ തന്നെ തറവാട്ടിലേക്ക് പോകണം എനിക്കും കാർത്തുവിനും. ഡാ, പക്ഷേ എനിക്കെന്തോ പേടി പോലെ. പോലീസുകാരനായ നിനക്ക് പേടിയോ? അതല്ലടാ, കാർത്തു ഒറ്റയ്ക്കല്ല, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. അധികം സമയമില്ല, എല്ലാത്തിനും ഒരു അവസാനം പെട്ടെന്നുണ്ടാകണം. അതുകൊണ്ട് പോയേ പറ്റൂ. ശരി, നിന്റെ തീരുമാനം പോലെ നടക്കട്ടെ. എല്ലാവരും പിന്നെ പുറത്തേക്ക് വന്നതും യാദവ് മഹി അങ്കിളിനെ നോക്കി. ഞങ്ങൾ പോവുക. പിന്നെ നാളെ തന്നെ തറവാട്ടിലേക്ക് ഞാനും കാർത്തുവും പോകും. പക്ഷേ മോനെ, സേതുവിനെ നീ സൂക്ഷിക്കണം. അറിയാം, എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. ശിവയും നന്ദുവും കാർത്തുവും വന്നതും എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു. സേതു, നീ എന്താ മിണ്ടാതിരിക്കുന്നത്? ആ യാദവും കാർത്തികയും ഏത് നിമിഷവും ഇവിടെ എത്തും. യാദവ്, അവനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. അവൻ നിസ്സാരണക്കാരനല്ല. അവനെ നന്നായി സൂക്ഷിക്കണം. ഈ വരവ് പോലും നമ്മളെ ഇല്ലാതാക്കാനായിരിക്കും. കാർത്തികയെ പറ്റി എന്തെങ്കിലും അന്വേഷിച്ചോ? ആ പെണ്ണിനെ പറ്റി അന്വേഷിക്കേണ്ടി വന്നില്ല. കാരണം അവർ നമ്മുടെ ദേവികയുടെ മുൻ ദേവിൻ്റെ ഭാര്യയായിരുന്നു. എന്താ നീ പറഞ്ഞത്? സത്യമാ? പിന്നെ കാർത്തിക ദേവിൻ്റെ വീട്ടിൽ വന്നതെല്ലാം അയാളോട് പറഞ്ഞു. അപ്പോൾ ദേവിൻ്റെ കുഞ്ഞാണോ അവളുടെ വയറ്റിൽ? ആയിരിക്കും. അവളെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ദേവിനോട് നാളെ തന്നെ ഇങ്ങോട്ട് വരാൻ പറയണം. പിന്നെ ദേവികയോടും. ഞാൻ പറയാമേട്ടാ. ദേവ, എന്താ? നാളെ നമ്മൾ തറവാട്ടിലേക്ക് പോകുന്നു, അച്ഛൻ്റെ. ഞാനില്ല, അയാളായി എനിക്കൊരു ബന്ധവുമില്ല. അവിടെ പക്ഷേ നിനക്കൊരു ബന്ധമുണ്ട്. എന്ത് ബന്ധം? അവൾ, ആ കാർത്തു അവിടെ ഉള്ളത്. അവൾ അവിടെയോ? അതെങ്ങനെ? മാധവേട്ടൻ്റെ തറവാടിൻ്റെ അവകാശി ആ കറുമ്പി. അതുപോലെ ഇപ്പം നീയും. ഞാനോ? അതെ, കാർത്തികയുടെ സ്വത്തിന് അവകാശം അവളുടെ ഭർത്താവിനുള്ളതാ. അപ്പോൾ അവൾ മരിച്ച അത് നിനക്ക് കിട്ടും. എനിക്കാരുടെയും സ്വത്തും പണവും വേണ്ട. പക്ഷെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ എനിക്കില്ലാതാക്കണം. അതിന് നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ വരാൻ പറയുന്നത്. ഞാൻ വരാം. അവൻ എന്തൊക്കെയോ മനസ്സിലാലോചിച്ച് റൂമിലേക്ക് നടന്നു. കാർത്തു, വാ. എനിക്ക് പേടിയാ. നിന്റെ ഈ പേടി എന്തെങ്കിലും മാറുമോ? അത് നിന്റെ അച്ഛനെയും അമ്മയെയും കൊന്നവര് നിനക്ക് പൂവിട്ട് പൂജിക്കണോ? ഞാൻ വരാം. നിനക്ക് മരിക്കാൻ പേടിയുണ്ടോ കാർത്തു? എന്താ അങ്ങനെ ചോദിച്ചത് യാദവേട്ട? ഞാനില്ലെങ്കിലും നിനക്ക് പേടിയില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? എന്നെ ഇഷ്ടമായിരുന്നോ യാദവേട്ട? നീ എന്താ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത്? വെറുതെ എന്തോ ഒരിഷ്ടം തോന്നുക. നീ വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കണ്ട. അപ്പോൾ എന്നെ ഇഷ്ടമല്ല അല്ലേ? ഞാൻ മരിച്ച യാദവേട്ടൻ സന്തോഷത്തോടെ ജീവിക്കോ? ഒന്നും മിണ്ടാതിരിക്കൂ കാർത്തു. കാർത്തു പിന്നെ ഒന്നും മിണ്ടാതിരുന്നതും യാദവ് തറവാട്ടിലേക്ക് യാത്ര തിരിച്ചു. തറവാടിന് മുൻപിൽ കാറ് വന്ന് നിന്നതും യാദവ് കാർത്തുവും ഇറങ്ങി. അവിടെ പുറത്തു നിൽക്കുന്ന ആളുകളെ യാദവ് പുച്ഛത്തോടെ നോക്കി. കാർത്തു, വാ, നടക്ക്. യാദവ് അവളുടെ കൈപിടിച്ചകത്തേക്ക് കയറാൻ നിന്നതും മുത്തശ്ശി പുറത്തേക്ക് വന്നു. മുത്തശ്ശി, വാ മക്കളെ, കയറി വാ. വർക്കി പറഞ്ഞു കാര്യങ്ങളൊക്കെ. കയറി വാ മക്കളെ. അമ്മേ, ഇവരെ സൽക്കരിച്ചു കയറ്റാനാണോ ചെയ്യുന്നത്? നിങ്ങളേക്ക് സ്ഥാനം ഇവർക്കാണ്. അതുകൊണ്ട് മിണ്ടാതെ നിന്നു. യാതൊരു സേതുവിനെയും പ്രതാപിനെയും നോക്കിയതും രണ്ടുപേരും അവനെ ദേഷ്യത്തോടെ നോക്കി. ഈ സമയം പുറത്തൊരു കാറ് വന്ന് നിന്നതും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. അതിൽ നിന്നിറങ്ങി വന്ന ദേവിനെ കണ്ടതും കാത്തു യാദവിൻ്റെ കൈ മുറുക്കെ പിടിച്ചു. എന്നാൽ ദേവിൻ്റെ ശ്രദ്ധ മുഴുവൻ അവളുടെ വീർത്ത വയറിലായിരുന്നു. ദേവിൻ്റെ ശ്രദ്ധ കാത്തുവിൻ്റെ വയറിൽ പതിഞ്ഞതും അവൾ യാദവിൻ്റെ കൈ മുറുക്കെ പിടിച്ചു. മോനെ യാദവ്, കാത്തുമോളെ കൊണ്ട് ഉള്ളിലേക്ക് നടന്നോളൂ കുട്ടി. ശരി മുത്തശ്ശി. യാദവേട്ട. എന്താ കാർത്തു? തല കറങ്ങുന്ന പോലെ. മോനെ, മോൾ ആ റൂമിലേക്ക് കൊണ്ടുപോക്കോ. കാർത്തു, വാ. യാദവേട്ട, ദേവ് എൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിരിക്കോ വന്നിരിക്കുക? എനിക്ക് പേടിയാവുന്നു. നമ്മുടെ കുഞ്ഞിനെ അവനൊന്നും ചെയ്യില്ല. കാർത്തു, നീ പേടിക്കാതെ. യാദവേട്ടൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? കേട്ടു. അപ്പം മിണ്ടാതെ കിടക്ക്. ഞാൻ പുറത്ത് കാര്യങ്ങൾ അറിഞ്ഞു വരാം. അവൾ സന്തോഷത്തോടെ തലയാട്ടിയതും യാദവ് പുറത്തേക്ക് നടന്നു. കുഞ്ഞ, നീ പേടിക്കേണ്ട. നമ്മളെ അച്ഛൻ പൊന്നുപോലെ നോക്കും. ഇപ്പോൾ ഈ അമ്മയ്ക്ക് കുറച്ചൊക്കെ ധൈര്യം വന്നിട്ടുണ്ട്. ആർക്ക് ധൈര്യം വന്നിട്ടുണ്ടെന്നാണ് മോള് പറയുന്നത്? യാദവേട്ടൻ എന്താ വന്നത്? ഞാൻ ചോദിച്ചതിന് മറുപടി താ പെണ്ണേ. അത് എനിക്ക്. ധൈര്യം നിനക്ക്? ചിരിപ്പിക്കാതെ. ദാ ഇത് കുടിക്ക്. പിന്നെ ഞാൻ തരുന്നത് മാത്രം നീ കഴിച്ചാൽ മതി. ബാക്കി ആര് തന്നാലും കഴിക്കരുത്. പിന്നെ സ്നേഹം അഭിനയിച്ച ആരെങ്കിലും വന്നാൽ അവരെ വിശ്വസിക്കരുത്. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ദേവ് അടുത്ത് വന്നാലേ പേടിച്ച് മാറി നിൽക്കാൻ നോക്കരുത്. ഇല്ല.
പിന്നെ ആര് വന്നു നിന്നാലും ഇങ്ങനെ തലകുമ്പിട്ട് നിന്നോളണം. ശരി, നിന്നെ ഞാൻ ഇനി ഞാൻ തലകുമ്പിട്ട് നിൽക്കില്ല. നീ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ, ഞാൻ പുറത്തുണ്ടാവും. ശരി. യാദവ് പുറത്തേക്ക് പോയതും കാത്തുറക്കത്തിലേക്ക് വീണു. ഹലോ ദേവ്, ആ കറുമ്പിയെ കണ്ടോ നീ? ലച്ചു ചോദിച്ചു. കണ്ടു. ഇനി എന്താ നിന്റെ പ്ലാന്? കുഞ്ഞിനെ എങ്ങനെ ഇല്ലാതാക്കാനാണ് നോക്കുന്നത്? തീരുമാനിച്ചിട്ടില്ല. അതെന്താ ദേവ് അങ്ങനെ പറഞ്ഞത്? ലച്ചു, ഞാൻ പിന്നെ വിളിക്കാം നിന്നെ. ദേവ്, നീ എന്തെങ്കിലും എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടോ? ലച്ചു, കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള വഴി എനിക്കറിയാം. ഇപ്പം എൻ്റെ അടുത്ത് ആളുകളുണ്ട്. നീ ഒന്നത് മനസ്സിലാക്ക്. അതുകൊണ്ടാണല്ലോ നീ ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. ഞാൻ പേടിച്ചു. എന്നാൽ ഓക്കെ ദേവ്, നീ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്ക്. ലച്ചു കോള് കട്ടാക്കിയതും ദേവ് കാത്തു കിടക്കുന്ന റൂമിലേക്ക് നടന്നു. കാത്തു, താനെന്താ ഈ റൂമിൽ? എൻ്റെ ഭാര്യ കിടക്കുന്ന റൂമല്ലേ എൻ്റെ റൂം. ഭാര്യയോ? അത് ഏത് വകയിൽ? ലീഗലി നീ എൻ്റെ ഭാര്യയാണ്. അതിന് മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളുടെ ഭാര്യയാവും? ഓ, അപ്പം നീ എല്ലാം അറിഞ്ഞു. നിങ്ങൾ എന്തിനാ ഇപ്പം ഈ റൂമിലേക്ക് വന്നത്? ഇറങ്ങിപ്പോ. സൗകര്യം ഇല്ലെങ്കിൽ എന്നാൽ ഞാൻ നിന്നെ ഇറക്കും. പെട്ടെന്ന് യാദവിൻ്റെ ശബ്ദം കേട്ടതും ദേവ് തിരിഞ്ഞ് അവനെ നോക്കി. നീ? അപ്പോൾ ഓർമ്മയുണ്ടോ എന്നെ? നീയല്ലേ അന്ന്? അന്നത്തെ ഓർമ്മയുണ്ടല്ലേ? ഇനിയും ഇവളെ വേദനിപ്പിക്കാൻ നോക്കിയാലേ നിന്റെ മരണം എൻ്റെ കൈ കൊണ്ടാവും. എന്താ ഇവിടെ? ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ എൻ്റെ ഭാര്യയെ ദേവിന് പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു. നിന്റെ ഭാര്യയോ? എന്താ നിനക്ക് സംശയമുണ്ടോ? ദേവ് കാത്തുവിനെ നോക്കിയതും അവൾ യാദവിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അധികം സന്തോഷിക്കണ്ട, അത് പോവാൻ കുറച്ചു നേരം മതി. പോവാൻ നോക്കടാ. യാദവേട്ട, നമുക്ക് പോവാം ഇവിടെ നിന്ന്. എനിക്കൊന്നും വേണ്ട. ദേവേട്ടൻ എന്തൊക്കെയോ കരുതിക്കൂട്ടി ഇങ്ങോട്ട് വന്നതെന്ന് തോന്നുന്നു. നീ പേടിക്കേണ്ട, ഞാനില്ലേ കൂടെ. വാ, ഭക്ഷണം കഴിക്കാം. യാദവ് കാത്തുവിന് ഭക്ഷണം കഴിപ്പിച്ചതും റൂമിലേക്ക് വിട്ടു. മുത്തശ്ശി, എല്ലാവരും എവിടെ പോയി? ആരെയും കാണാനില്ലല്ലോ. അറിയില്ല മോനെ, എല്ലാവരും പോകുന്നത് കണ്ടു. എന്നോട് ആരൊന്നും മിണ്ടിയില്ല. എന്തിനു പറയുന്നു? ആ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ല മോനെ. എനിക്ക് ആ സ്വാതന്ത്ര്യമില്ല. മുത്തശ്ശി കരയാതെ. ഇനി ഞങ്ങളില്ല മുത്തശ്ശിക്ക്. എന്നാൽ നിങ്ങൾ കിടന്നു, ഞാൻ കിടക്കാൻ പോവുക ഇനി. ശരി മുത്തശ്ശി. കാത്തു കിടന്നോ? യാദവേട്ടൻ കിടക്കുന്നില്ലേ? കുറച്ച് കഴിയട്ടെ. കാത്തു പെട്ടെന്നുറങ്ങിയതും യാദവും കിടന്നു. പെട്ടെന്ന് എന്തൊക്കെയോ വീഴുന്ന ശബ്ദം കേട്ടതും അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഈ സമയം ദേവ് റൂമിലേക്ക് കയറി കാത്തുവിൻ്റെ വയറിലേക്ക് നോക്കി. പിന്നെ അടുത്ത് കിടക്കുന്ന തലയിണ എടുത്ത് അവളുടെ മുഖത്തേക്ക് അമർത്തി. അവൾ പിടയുന്നത് അവൻ പുച്ഛച്ചിരിയോടെ നോക്കി നിന്നു.